സോ എനിക്കിത് സോർട്ട് ചെയ്യണം, ബബിൾ സോർട്ട് വെച്ച്. എന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് സോർട്ട് ചെയ്യണം. ബബിൾ സോർട്ട് ഈസ് പ്രോബ്ലി എനിക്ക് ഏറ്റവും വേസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി ഉള്ള, അതായത് എനിക്ക് n² ടൈം കോംപ്ലക്സിറ്റി. ബബിൾ സോർട്ട് എങ്ങനെയാണ് ബബിൾ സോർട്ട് ചെയ്യുക? 1 മിനിറ്റിനുള്ളിൽ എങ്ങനെ ബബിൾ സോർട്ട് ചെയ്യാം? എനിക്ക് ഏറ്റവും വേസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി n² എന്നുള്ള ടൈം കോംപ്ലക്സിറ്റി വെച്ചിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഏറ്റവും ഈസിയസ്റ്റ് സോർട്ടിങ് മെത്തേഡാണ്. ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബബിൾ സോർട്ടിൽ നമ്മൾ ചെയ്യാൻ പോണത്, ഇതിൽ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും കമ്പയർ ചെയ്യും. ഇതിൽ ഏറ്റവും വലുത് ഏതാ നോക്കും. ഇതിൽ 8 വലുത്, അപ്പോൾ അത് ഇവിടെ തന്നെ വെച്ചേക്കും. അതുപോലെ തന്നെ AI ടൂൾസ്. ഓക്കെ, ബബിൾ സോർട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുക്കും കമ്പയർ ചെയ്യും. അതിൽ വലുത് ഏതാ നോക്കും. വലുത് ഇതാണെങ്കിൽ റൈറ്റിലത്തെ വെണ്ണമാണ് വലുതെങ്കിൽ അത് അവിടെ വെച്ചേക്കും. അതുപോലെ ഈ ബുക്കും കമ്പയർ ചെയ്യും. വലുത് ഏതാ? 9 ആണ്, അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കും. ഈ ബുക്കും കമ്പയർ ചെയ്യും. വലുത് ഏതാ? വലുത് റൈറ്റിലാണെങ്കിൽ ആ റൈറ്റിൽ വെച്ചേക്കും, അല്ലെങ്കിൽ ആ ലെഫ്റ്റിൽ കൊണ്ടുപോകും. അതുപോലെ ഈ ബുക്കും നോക്കും. അപ്പോൾ ഇതിൽ വലുത് ഏതാണെന്ന് കാണുമ്പോൾ 10 ആണ് വലുത്, അപ്പോൾ റൈറ്റ് അല്ല വലുത്. ഞാൻ ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ബുക്കും സെക്കൻഡ് ബുക്കും കമ്പയർ ചെയ്യും. ഇതിൽ വലിയ ബുക്ക് ഏതാ അത് റൈറ്റിൽ വരാമെന്നാണ് നോക്കുന്നത്. തിരിച്ച് നോക്കാൻ നോക്കുകയാണെങ്കിൽ വൈസ് വർഷം പറ്റും. ലോജിക്ക് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്താൽ ഈ ബുക്കും കമ്പയർ ചെയ്യും. അതിൽ വലുത് 9 ആണ്, അപ്പോൾ 9 റൈറ്റിൽ വയ്ക്കും. ഈ ബുക്കിലും വലുത് ഏതാണോ അത് റൈറ്റിൽ കാണും, ട്രൂ ആണ്. ഈ ബുക്കും നോക്കുമ്പോൾ വലുത് ഏതാണ്? 0 ആണ്. ഇവിടെ ഫോൾസ് ആണ്. റൈറ്റല്ല വലിയ ബുക്ക്, 10 ആണ് വലിയ ബുക്ക്. അപ്പോൾ നമ്മളിവിടെ സ്വാപ്പ് ചെയ്യുക, മനസ്സിലായില്ലേ? സ്വാപ്പ് ചെയ്യുക. അതുപോലെ സെയിം വിത്ത് ഈ ബുക്ക് എടുക്കും. അപ്പോൾ അതിൽ ഓക്കെ, അതിലിപ്പോൾ 10 ഇവിടെ വരും, 1 ഇവിടെ വരും, കാരണം തെറ്റാണ്. അതുപോലെ ഈ ബുക്ക് നോക്കുമ്പോഴും തെറ്റാണ്, കാരണം 10 ഇങ്ങോട്ടേക്ക് വരും. അതുപോലെ ഇങ്ങനെ സ്വാപ്പ് ചെയ്ത് എപ്പോഴും റൈറ്റ് ആയിരിക്കണം ഏറ്റവും വലുത്. റൈറ്റ് ചെയ്ത് ആൻഡ് റൈറ്റ് ചെയ്തു ആൻഡ് ബൂം, നമ്മുടെ 10 ഏറ്റവും ലാസ്റ്റിലെത്തി. അപ്പോൾ നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പർ കിട്ടി. ഇതേ പ്രോസസ് നമ്മൾ ഇങ്ങനെ ചെയ്ത് പോയി. ഇനി 9 - 1, അതായത് ഇത്രയും ആരും നോക്കണം. ഇതെന്തായാലും ഗ്രേറ്റസ്റ്റ് നമ്പർ ഇവിടെ കിട്ടും. ലാസ്റ്റ് വൺ എന്തായാലും ഗ്രേറ്റസ്റ്റ് ആയിരിക്കും. ഇനി ഇതേ സാധനം ഇവിടെ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 9. അങ്ങനെ ഈ 9 എന്ത് ചെയ്യും? ഇങ്ങനെ സ്വിച്ച് ചെയ്ത് ഇവിടെ വരെ എത്തും. കാരണം ഗ്രേറ്റസ്റ്റ് എപ്പോഴും എന്തായിരിക്കണം? ഇവിടെത്തും ആൻഡ് ഇവിടെത്തും. ബാം, 9 എത്തി. ഇതാണ് സോർട്ടിങ് മെത്തേഡ്. അതുപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഈ അറേ ലെങ്ത്ത് ഒന്നുകൂടെ കുറയണം. അപ്പോൾ ഈ 2 എലമെൻറ്റ്സ് സോർട്ടായി. അപ്പോൾ ഈ 2 എലമെൻറ്റ്സ് സോർട്ടായി. അതുപോലെ ഇത് മൊത്തം ചെയ്ത് കഴിയുമ്പോൾ ഇത് സോർട്ടാവും. ഇതാണ് ബബിൾ സോർട്ടിങ് മെക്കാനിസം. നമുക്ക് കോഡ് എഴുതാം. .i, അതായത് ഫസ്റ്റ് എലമെൻറ്റ് വലിയ എലമെൻറ്റിനെക്കാട്ടും ചെറുതാണെങ്കിൽ ഓക്കെ. അപ്പോൾ അതായത് അറേ 5 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റിനെക്കാട്ടും വലുതാണെങ്കിൽ, വിച്ച് മീൻസ് ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റിനെക്കാട്ടും വലുതാണെങ്കിൽ സ്വാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സ്വാപ്പ് മെക്കാനിസം. ഓക്കെ, ഇത് മൊത്തം നമുക്ക് എടുത്തിട്ട് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ ഇടാം. ഓക്കെ, സ്വാപ്പ് ചെയ്യാം. എന്താ ഈക്വൽ ടു ലെറ്റ്, എന്താണ് ഞാൻ അടിക്കണം? ലെറ്റ് ഈക്വൽ ടു 0. സ്വാപ്പ് ചെയ്യാം, കാണിച്ചു തരാം. ഈ കോഡ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. സംഭവം ഇത്രേ ഉള്ളൂ. എവിടെയെങ്കിലും ഒരു സ്വാപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇട്രേറ്റ് ചെയ്യുക. ഇത് മൊത്തം ഈ ലൂപ്പ് ഒന്നുകൂടെ വർക്കാവണം. എവിടെയെങ്കിലും ഒരു സ്വാപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നുകൂടെ വർക്കാവണം. ഒരിടത്തും സ്വാപ്പ് നടക്കണില്ലെങ്കിൽ ഓക്കെ, നമ്മുടെ സോർട്ടിങ് അൽഗോരിതം വർക്കായി. അതുകൊണ്ടാണ് നമ്മൾ ആ ഡു വൈൽ ലൂപ്പിൽ ഇതിട്ടേക്കുന്നത്. ഇപ്പോൾ ഒരിടത്തും ഒരു സ്വാപ്പിംഗ് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ സെറ്റായി. ഇനി നമുക്കിവിടെ സ്വാപ്പിംഗ് അൽഗോരിതം എഴുതാം. കാണാല്ലേ? ആൻഡ് യെസ്, നമ്മുടെ ഇതിനെ നമുക്ക് സോർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. സോ ബബിൾ സോർട്ട് ഇസ് കംപ്ലീറ്റ്. നമ്മൾ സ്വാപ്പ് എന്ന് പറയുന്ന വേരിയബിൾ ഫോൾസ് ആയിട്ട് കൊടുക്കും. എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ട്രൂ ആക്കും. എവരി ടൈം ഇത് ട്രൂ ആകുമ്പോൾ ഇത് പിന്നെയും വർക്കായിക്കൊണ്ടിരിക്കും. എപ്പോഴേലും ഒന്ന് ഫോൾസ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴേലും ഇത്രയും നടന്നിട്ടും ഫോൾസ് ആയില്ലെങ്കിൽ, ഇത്രയും നടന്നിട്ട് ട്രൂ ആയില്ലെങ്കിൽ ഡാം, നമ്മുടെ സോർട്ടിങ് കംപ്ലീറ്റ്. ഈ കോഡ് കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആണ്. ടെൽ മീ വൈ. കാരണം സോർട്ടഡ് ആയത് സാധനം ഏറ്റവും ലാസ്റ്റ് എത്തുന്നത്. ഇതിലിപ്പോൾ ഈ ഒരു സോർട്ടിങ് നടക്കുമ്പം ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ഏറ്റവും അവസാനമാണ്. അപ്പോൾ n-1 കഴിയുമ്പോൾ ഇനിയാണെങ്കിൽ അത്രയും ഫുള്ളായിട്ട് എല്ലാ പ്രാവശ്യവും നമുക്ക് ഫുള്ളായിട്ട് അതേ ഫുൾ സോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. n-1 എടുക്കുമ്പോൾ ഒരെണ്ണം കുറയുമ്പോൾ ഒരെണ്ണം കുറഞ്ഞു പോകും.
ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് n-1 എന്ന് പറഞ്ഞ് കൊടുക്കണ്ട, പകരം കുറച്ച് കൊടുക്കാം. മനസ്സിലായില്ലേ? സിമ്പിൾ. അതാണ് നമ്മുടെ ബബിൾ സോർട്ട്.